സുബൈക്ക് എണിച്ചപ്പോഴാണ് മാമ പറഞ്ഞത് ഉഹദ് മലയ്ക്ക് പോവാന്ന്. മലയോട് ചേർന്നുള്ള പള്ളിയാണ് ഉഹദ് പള്ളി. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളിപ്പോ ജബലുർ റുമാത്തിലേക്കാണ് കയറുന്നത്. യുദ്ധത്തിൽ 50 അമ്പെയ്ത്തുകാരായ സ്വഹാബികളെ നബിതങ്ങൾ ഇവിടെയാണ് നിയോഗിച്ചത്. മദ്രസകളിൽ പഠിച്ചതും പ്രഭാഷണങ്ങളിൽ കേട്ടതുമായ പുണ്യമായ സ്ഥലങ്ങൾ എനിക്ക് നേരിൽ കാണാൻ പറ്റി. യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബാക്കളുടെ കബറടവും അടുത്തന്നെയുണ്ട്. 70 സ്വഹാബാക്കളാണ് ഷഹീദായത്. സാക്ഷികളുടെ നേതാവായ അംസാർ അള്ളാഹുവിന്റെയും അബ്ദുല്ലാഹിബിന് ജയ്ഷർ അള്ളാഹുവിന്റെയും മിസ്ഹബിന് ഉമേർ അള്ളാഹുവിന്റെയും കബറിടമാണിത്. 67 സ്വഹാബാക്കളുടെയും കബറിടമാണിത്. മാമ മദീന ഗൈഡ് ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് ചരിത്രം പഠിക്കാൻ എനിക്ക് സാധിച്ചു. ഉഹദ് പള്ളിയിൽ വന്നാൽ ആരും വിശന്നു പോവില്ല. എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നു. ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം ഇവിടെ നിന്നാക്കി. സുബഹി നിസ്കരിച്ച് മല കയറി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ 5:30 ആയിട്ടുള്ളൂ. ഇവിടെ 4 മണിക്കാണ് സുബഹി. ആരും വലം വെച്ച് കറങ്ങുന്ന പ്രാവുകളെ കാണാൻ എന്ത് ഭംഗിയാണ്. പുണ്യമായ ഭൂമി നിങ്ങൾക്കും കാണാൻ ഭാഗ്യം കിട്ടട്ടെ.